ഇനി ലാസ്റ്റ് ചാപ്റ്ററാണ് ഓർഗനൈസേഷണൽ ചേഞ്ച്. അപ്പോൾ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താണ്, പിന്നെ അവിടെ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് വരാമെന്നൊക്കെ ഉള്ള കഴിഞ്ഞ ചാപ്റ്റേഴ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഓർഗനൈസേഷനിൽ വരാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ആ ചേഞ്ചസിന് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതിനുള്ള വേ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഓർഗനൈസേഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഡിവിജ്വലിന് ഇപ്പോൾ എന്താ ഒരു നമ്മളുടെ ഓരോ സ്റ്റേജസിലെത്തുമ്പോഴും നമുക്ക് ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ലെവൽസിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷന് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ചില ചേഞ്ചസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് നേച്ചറിലുള്ളതായിരിക്കും, ചിലത് ടെമ്പററി ആയിട്ട് വരുന്ന ചേഞ്ചസ് ആയിരിക്കും. ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് മാത്രമായിട്ട് എടുക്കുന്ന ചേഞ്ചസ് ഉണ്ടാകാം. ചിലത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ്ലി എടുക്കുന്ന ചേഞ്ചസ് ഉണ്ടാകാം. ചിലത് നോൺ ഡെലിബറേറ്റ്ലി നമ്മൾ പോലും അറിയാതെ വരുന്ന ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ ചില ചേഞ്ചസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. ചില ചേഞ്ചസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ചേഞ്ചസ്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ചേഞ്ച് എങ്ങനെയൊക്കെ വരാം എന്നുള്ള സോഴ്സസ് ഒക്കെയാണ് ഇതിൽ സ്റ്റഡി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ മീനിങ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷണൽ ചേഞ്ച് മീൻസ് ഓൾട്ടറേഷൻ ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് എൻവയോൺമെൻറ്റിൽ വരുന്ന ഓൾട്ടറേഷൻസ്, ഇതിനെയാണ് ഓർഗനൈസേഷണൽ ചേഞ്ച് ഉള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്സിൽ വരുന്ന ചേഞ്ചസ് ആകാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന പീപ്പിളുടെ റോൾസിൽ വരുന്ന ചേഞ്ചസ് ആകാം, അവിടെ യൂസ് ചെയ്യുന്ന മെഷീൻസിൽ വരുന്ന ചേഞ്ചസ് ആകാം. ഇതൊക്കെ ഓർഗനൈസേഷൻ്റെ വർക്ക് എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഈ ചേഞ്ചസിനെ സർവൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ ചേഞ്ചും മീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. ചേഞ്ചസിനനുസരിച്ച് ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സർവൈവ് ചെയ്ത് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ കഴിയാതെ സ്റ്റോപ്പായി പോകും ഓർഗനൈസേഷണൽ ഫങ്ഷൻ. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ മെയിൻ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ചേഞ്ചസ് മുൻകൂട്ടി കണ്ടതിന് ശേഷം ഇതിനെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് പ്ലാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ലോങ് റണ്ണിൽ സർവൈവ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ നോക്കുക. എച്ച് റാൻഡോൾഫ് ബോബിറ്റിൻ്റെ ഡെഫിനേഷൻ ഉണ്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. വെൻ ആൻ ഓർഗനൈസേഷൻ സിസ്റ്റം ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ സം ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ ഫോഴ്സ്, ചേഞ്ച് ഫ്രീക്വൻ്റ്ലി ഒക്കേഴ്സ്. Change as a process is simply a modification of the structure or process of a system. It may be good or bad. The concept is descriptive only. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ നോർമലി റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ ഫോഴ്സിൽ വരുന്ന ഡിസ്റ്റർബൻസസിനെയാണ് നമ്മൾ ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫങ്ഷൻ എന്താണോ അതിനെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിൽ നമ്മളുടെ സ്ട്രക്ചറിലൊക്കെ മോഡിഫിക്കേഷൻ വരുന്ന സമയത്താണ് ചേഞ്ച് ഒക്കെയറായി എന്നുള്ളത് നമ്മൾ പറയുന്നത്. ചില ചേഞ്ചസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് ഗുഡായിരിക്കാം, ചില ചേഞ്ചസ് എന്ന് പറയുന്നത് ബാഡായിരിക്കാം, ഓർഗനൈസേഷൻ ഫങ്ഷൻസിന് ബാഡായിട്ടും വരാം. ആൻഡ് നെക്സ്റ്റ് ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് റെൻസസ് ലിക്കേർട്ടിൻ്റെതാണ്. Every organization is in a continuous state of change. Sometimes the changes are great, sometimes small, but change is always taking place. The conditions requiring these changes arise from both within and without. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ പോലെ തന്നെ
ഓരോ ഓർഗനൈസേഷനും കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് അതിൻ്റെ ക്വാണ്ടം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ചില സമയത്ത് കുറഞ്ഞ അളവിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. പക്ഷേ ഏതൊരു ഏരിയയിലും ചേഞ്ചസ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സംടൈംസ് ഇൻറ്റേർണലി ചേഞ്ചസ് ഒക്കെയർ ചെയ്യാം, സംടൈംസ് എക്സ്റ്റേർണലി ചേഞ്ചസ് ഒക്കെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 2 ഡെഫിനിഷൻസ് അല്ലെങ്കിൽ മീനിങ് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷണൽ ചേഞ്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്സിൽ, എംപ്ലോയർ റിലേഷൻഷിപ്സിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം, കമാൻഡ് സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പീപ്പിൾ വർക്ക് ചെയ്യുന്ന ലേബർ ഫോഴ്സിൽ ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഓർഗനൈസേഷണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷണൽ ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നതിന് ഓർഗനൈസേഷണൽ ചേഞ്ച് ഈസ് ദ ഓൾട്ടറേഷൻ ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ്. ദെൻ ഡ്യൂ ടു ചേഞ്ചസ് ഓൾഡ് ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രസൻറ്റ് എംപ്ലോയീസിനെ വെച്ച് പ്രസൻറ്റ് പ്രോസസ്സിൽ അഡക്വേറ്റ്ലി റൺ ചെയ്ത് പോവുകയാണ്, ആ ഒരു ലെവലിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്ന് ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകും ആൻഡ് ഒരു ന്യൂ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾഡ് ഇക്വിലിബ്രിയം ചേഞ്ച് ആകുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. ഇതിനെ ഒരു ന്യൂ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഈ ഒരു ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യണം. ഈ ഒരു ചേഞ്ചസിനെ ഓർഗനൈസേഷനിൽ അഡാപ്റ്റ് ചെയ്ത് അതിനെ പോസിറ്റീവ്ലി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഒരു ന്യൂ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഗനൈസേഷന് ഒരു ഓൾഡ് ഇക്വിലിബ്രിയത്തിനെ ഒരു ന്യൂ പോസിറ്റീവ് ഇക്വിലിബ്രിയത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ദെൻ തേർഡ് വൺ, ദ ചേഞ്ചസ് എഫക്റ്റ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഇനി ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ എൻറ്റയർലി എഫക്റ്റ് ചെയ്യും. ചില സമയത്ത് ഓർഗനൈസേഷൻ്റെ ചില പാർട്സിന് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും, ചില ഏരിയാസിനെ കുറച്ചായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ചില ഏരിയാസിനെ അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും, ചില ഏരിയാസിനെ ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷനെ ടോട്ടലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നതിൽ ചേഞ്ചസ് വരുന്നുണ്ടാകാം. ദെൻ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു തവണ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഫ്രീക്വൻ്റ്ലി ഓർഗനൈസേഷനിൽ ഓരോ ഏരിയാസിലായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു സർക്കുലർ മോഡിൽ ഇത് കണ്ടിന്യൂസ്ലി ചേഞ്ചസിൻ്റെ എഫക്റ്റ് ഓർഗനൈസേഷനിൽ റൺ ചെയ്തുകൊണ്ട് പോകും. Then last feature, when a change is introduced, the existing equilibrium in relationship is disturbed and the problem of new adjustment is created. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾഡ് ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ എഫക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്ന ഇക്വിലിബ്രിയത്തിനെ ന്യൂ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഓർഗനൈസേഷൻ അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഡാപ്റ്റ് ചെയ്യും.